ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. എന്റെ മക്കളെ, നിങ്ങളുടെ എക്സാമിന് നിങ്ങളെ കുഴപ്പിച്ച, ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനും നിങ്ങളെ കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിന്റെ ആൻസറിലോട്ട് എത്താനായിട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സൂപ്പർ 16 അതിമനോഹരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളുടെ ആൻസർ കീ ഡിസ്കഷൻ. നമ്മൾ 5 മണിക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ കീ ഡിസ്കഷനുമായിട്ട് ഞാൻ നിതിൻ സാറും വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഞങ്ങളുടെ പവർ എന്ന് പറയുന്നത്. എല്ലാവരും കൃത്യസമയത്ത് വരിക. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ക്വസ്റ്റ്യനോട് കടക്കാം. റെഡി? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. എടാ മക്കളെ, നമ്മുടെ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ പരാബോളയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. y = x - x²/80. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ പാത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷന്റെ ജനറൽ ഇക്വേഷൻ അതെല്ലാവർക്കും അറിയണം. ആ ഇക്വേഷൻ എന്താണ് മക്കളെ? y = നമുക്കറിയാം tan θx മൈനസ് എന്താണ് മക്കളെ ഇക്വേഷൻ? x² അല്ലെങ്കിൽ g/2u² cos² θ 2u² cos² θ ഇൻറ്റു എന്താണ് x² ആണ്. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. നിങ്ങൾ നോക്കിയടാ, ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് എടാ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് വൈ ഉണ്ട്. എക്സിന്റെ കൂടെ ആരാ? 1 ആണ്. അപ്പൊ എക്സിന്റെ കൂടെ ഇവിടെ tan θ ആണ് അല്ലേ? അപ്പൊ tan θ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം tan θ = 1 ആണ്. tan θ = 1 ആണെങ്കിൽ θ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇനി സൈന്റെയും കോസിന്റെയും വാല്യൂ 45 ഒന്ന് തന്നെയാടാ. സൈൻ 45 എന്ന് പറഞ്ഞാലും സൈൻ θ എന്ന് പറഞ്ഞാലും കോസ് 45 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിന്റെ വാല്യൂ 1 എന്താണ് മക്കളെ? √2 ആണ്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക, എങ്കിലേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. റെഡി? നമ്മൾ അടുത്തിലോട്ട് പോവാം. യെസ്, നമ്മൾ അടുത്തിലോട്ട് പോകാൻ പോകുന്നു. ഇനി അടുത്തത് ഈ സാധനത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഈ സാധനത്തിനെ കമ്പയർ ചെയ്യുന്നു, ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. x² 1/80 ആണ്. x² മാറ്റിയാൽ 1/80 വരെ കിടക്കുന്നത് ഇതാണ് അല്ലെ? 1/80 ആണ് കിടക്കുന്നത്. അപ്പൊ 1/80 = മക്കളെ എന്താണ് കിടക്കുന്നത്? g/2u² cos² θ ആണ് ഇവിടെ കിടക്കുന്നത്. 2u² cos² θ കിടക്കുന്നത്. ഇനി നമ്മുടെ ഹൈറ്റ് ഇക്വേഷൻ എഴുതാം. എന്താണ് ഹൈറ്റ് ഇക്വേഷൻ? h = u² sin² θ u² sin² θ / 2g ആണ്. ഓക്കെ അല്ലേടാ? ഇനി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇതുമായിട്ട് മക്കളെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. നമുക്ക് സിമ്പിളി ഹൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ഞാനൊന്ന് റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എനിക്ക് 80 = 2u² cos² θ / എന്ത് കിട്ടി മക്കളെ? g എന്ന് കിട്ടി. നമുക്ക് ഇതേ സാധനം ഇവിടെ കിടക്കുന്നത് അല്ലെ? നമുക്കറിയാം sin θ = cos θ ആണ്. സൈൻ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. when θ = 45 ഡിഗ്രി θ = 45 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം h = എന്താണ് മക്കളെ? u² cos² θ / 2g എന്ന് എഴുതിയാലും കുഴപ്പമില്ല, θ 45 ഡിഗ്രി ആയതുകൊണ്ട് മാത്രം. അപ്പൊ നമ്മൾ നോക്കിയാടാ, ഇവിടെ നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവാണ്? അവിടെ നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കുന്നു. ഇവിടെ എന്താ ഇല്ലാത്തത്? 2 ആണ് ഇല്ലാത്തത്. അപ്പൊ രണ്ടിടത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 80 എന്നുള്ളത് 40 ആയി. അപ്പൊ 40 നമുക്ക് എഴുതാം u² cos² θ / എന്താണ് മക്കളെ? 2g എന്ന് എഴുതാം. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? u² cos² θ / 2g. ഇവിടെ 2 ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ 2വിനെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. ഈ 2വിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 2 ഇവിടെ തൽക്കാലം, ഈ 2 ഇവിടെ വേണ്ട, ഇവിടെ കിടക്കട്ടെ. അപ്പൊ എന്താണ്? u² cos² θ / g എന്ന് പറയുന്നത് 40 കിട്ടി. u² cos² θ / g എന്ന് പറയുന്നത് എത്ര കിട്ടി? 40 കിട്ടി. എങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും? 40/2. ഉത്തരം കിട്ടി 20 മീറ്റർ എന്ന് കിട്ടി. അടിപൊളിയായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിക്കുന്നു. ഈ ക്വസ്റ്റിന്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാൻ അറിയുക. ഈ ഇക്വേഷൻ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ പരാബോളയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് മനസ്സിലായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ ലൈവിന്റെ കാര്യവും മറക്കല്ലടാ മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.